എല്ലാവർക്കും നമസ്കാരം. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്, നോർത്ത് പറവൂർ കൈതാരം സ്വദേശി. RCMൽ പ്ലാറ്റിനം അച്ചീവർ. RCM സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി RCMൻ്റെ ഒരു രഥം രാജസ്ഥാനിൽ നിന്നും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ എത്തിച്ചേർന്നു. എല്ലാ RCM അസോസിയേറ്റ് ബയേഴ്സും ചേർന്ന് ആ രഥത്തെ സ്വീകരിക്കുകയും ഗംഭീര ശോഭയാത്ര നടത്തുകയും ലീഡേഴ്സിൻ്റെ മികച്ച സന്ദേശങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ ശോഭയാത്രയും ലീഡേഴ്സിൻ്റെ സന്ദേശവും നമുക്ക് കാണാം. ഇന്ന് നമുക്ക് വളരെ വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ ഒന്നാണ്. RCM 25 വർഷം പൂർത്തീകരിച്ചതിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി നടക്കുന്ന രഥ് സിറ്റി സെലിബ്രേഷൻ ആണ് ഇന്നിപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, RCMന്റെ ഉപജ്ഞാതാവായ TCGയുടെ ജന്മദിനത്തിൽ സെപ്റ്റംബർ 16 ഭിൽവാരിൽ നിന്നാണ് ഈ രൂപാന്തര യാത്ര സെലിബ്രേഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് 100 സിറ്റികളിലൂടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിൽ 75 സിറ്റികളിൽ ഇത്തരത്തിലുള്ള രഥ സിറ്റി സെലിബ്രേഷൻ ആണ്. 20 സിറ്റികളിൽ രൂപാന്തര യാത്ര സെലിബ്രേഷൻ, അവിടെ റെക്കഗ്നിഷനും സെലിബ്രേഷനും ഒക്കെ ഉണ്ടാകും. 5 സിറ്റികളിലാണ് സിൽവർ ജൂബിലി സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത്. അതിലൊന്നാണ് നാളെ കൊച്ചിയിൽ സിയാലിൽ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഉത്സാഹത്തോടു കൂടി RCM. അങ്ങനെ ഇന്ത്യയിൽ 5 സെലിബ്രേഷൻ സെലക്ട് ചെയ്ത സിറ്റിയിൽ ഒന്ന് കേരളമാണെങ്കിൽ കേരളത്തെ ടീമിന്റെ പ്രൗഢി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, നമ്മുടെ സൗരേഷ് സാറ് പറഞ്ഞത് 25 വർഷം കൊണ്ട് RCM എന്താണോ നേടിയത് അത് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ നേടണം. RCMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സേവ, സ്വാസ്ഥ്യ, സംസ്കാർ എന്ന് പറഞ്ഞാൽ സേവനം, ആരോഗ്യം, എന്താണ് സംസ്കാരം. അപ്പോൾ ഒരാള് ഡിസിപ്ലിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷിക്കുന്നത്? നിങ്ങളൊരു വ്യക്തിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, സമൂഹം എന്താണോ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കുടുംബാംഗങ്ങൾ എന്താണോ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് ഡിസിപ്ലിൻഡ് എന്ന് പറയുക, അച്ചടക്കമുള്ളവരാണ് എന്ന് പറയുക. അങ്ങനെ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, RCMന്റെ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ ഫോർമുല ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും സ്വയം പര്യാപ്തരാക്കുകയും തലമുറകളോളം അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഒരു നവഭാരത് നിർമ്മാൺ അത് യാഥാർത്ഥ്യമാക്കുക. അതാണ് RCMന്റെ ലക്ഷ്യം. അതിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ഫോക്കസ് മാറാൻ പാടില്ല. എന്താണോ നമ്മൾ വെക്കുന്ന ലക്ഷ്യം അത് നേടുന്നത് വരെ നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുകയും തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം. റെഡിയാണോ? അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് സോൾജിയർ ആയിട്ട്, RCMന്റെ ഒരു സേവകമായിട്ട് നമ്മൾ എന്നുകൊണ്ടാകണം. ആർ യു റെഡി? യെസ്. അപ്പോ ഈ സന്ദേശം നമ്മൾ നമ്മുടെ ടീമിൽ എല്ലാവരിലേക്കും എത്തിക്കണം. നാളെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമ്മൾ രണ്ടാം തീയതി നടക്കുന്ന സെലിബ്രേഷനിൽ പങ്കെടുക്കുക. അപ്പൊ വിഷ് ഓൾ ദി ബെസ്റ്റ്. RCM. ഭാഗ്യമുണ്ടായി, ഇന്നിവിടെയും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. നാളെ നമ്മളെ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഒരു 20 വർഷമായി ഞാൻ RCMൽ ജീവിക്കുന്നുണ്ട്. RCMൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കണ്ടുകൊണ്ട് വളരുന്നു. എന്നിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സമൂഹത്തിലുണ്ടാകുന്ന RCM നൽകുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രൂപാന്തരൻ യാത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആ പേരിൽ പോലും വളരെ അർത്ഥങ്ങളുണ്ട്. ഒരു ചെറിയ ഇത് ഫസ്റ്റ് കേട്ടപ്പോൾ പോലും എനിക്ക് ആ പേരിൽ ഭയങ്കര അട്രാക്ഷൻ തുടങ്ങിയ വ്യക്തിയാണ്. രൂപത്തിലുള്ള അന്തരം, എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ RCM നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വലുതായി നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ധാരാളം ആളുകൾക്ക് മാറ്റങ്ങൾ കൊടുക്കാൻ പോകുന്ന വ്യക്തിത്വങ്ങളാണ്. ഓൾറെഡി നമ്മളിവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ധാരാളം ആളുകൾക്കും ഈ മാറ്റങ്ങൾ എത്തിച്ചു കൊടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ.
ഉറപ്പായിട്ടും നമ്മളുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. കാരണം കമ്പനി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ, നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ പ്രവൃത്തി പദ്ധതി നമ്മൾ മാക്സിമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളിലേക്കും, മെജോറിറ്റി ആളുകളിലേക്കും RCM ഈ നന്മ, RCM അഭിയാൻ, ഈ നന്മ നമ്മൾ പ്രചരിപ്പിക്കുന്നതായി മാറണം. ഈ നന്മ പ്രചരിപ്പിച്ചാൽ ഗ്യാരണ്ടിയാണ് നാടും നന്നാകും, വീടും നന്നാവും, നാട്ടുകാരും നന്നാവും, എല്ലാവരും നന്നാവും. ആ ഒരു കാര്യത്തിൽ നമ്മൾ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു JRC. രൂപാന്തരണ യാത്ര സെപ്റ്റംബർ 16 ബിൽവാരയിൽ നിന്ന് ആരംഭിച്ച് 30-ാം തീയതി കേരളത്തിലെത്തി. ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ണൂർ നടത്തി. ഒക്ടോബർ മാസം 1-ാം തീയതി മധ്യ കേരളത്തില് തൃശ്ശൂരിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തേക്കങ്കാട് മൈതാനി നിറഞ്ഞ ഒരു പ്രോഗ്രാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റാലി ഉണ്ട് ഇതോടനുബന്ധിച്ച്. നാളെ ഇന്ത്യയിലെ തന്നെ മഹാസമ്മേളനങ്ങളിൽ ഏറ്റവും മഹത്വരം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. മാക്സിമം പങ്കാളിത്തം അതിൽ ഉണ്ടാവണം. കേരളവും തമിഴ്നാടും 2 സ്റ്റേറ്റ് പരിപൂർണമായിട്ടും നമ്മുടെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഡിണ്ടിഗലിൽ, തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലും 4-ാം തീയതി ഈറോഡും 6-ാം തീയതി ചെന്നൈയിലുമായിട്ട് നമ്മുടെ 2 സ്റ്റേറ്റിൽ പരിപൂർണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രാമാണ്. ശരിക്കും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രോഗ്രാമുകളിലെയും സിൽവർ ജൂബിലി സെലിബ്രേഷനെയും കമ്പനി വിലയിരുത്തുമ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആയിരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ സെലിബ്രേഷന് എന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ജയ് RCM! എല്ലാവർക്കും നമസ്കാരം. JRCM. ഒരുപാട് സന്തോഷം. കാരണം വടക്കുന്നാഥന്റെ ഈ മണ്ണില് RCMന്റെ ഈ ഒരു യാത്ര നമുക്ക് ഇനിയും തുടരാനുള്ള ഒരു പുതിയ ഉണർവ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടി. ഇതിന് സത്യം പറഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ വർക്ക് എടുത്ത ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സുഭാഷ് സാർ. സുഭാഷ് സാർ ഇവിടെ ഉണ്ടോ? PK സുഭാഷ് സാർ ഇവിടെ? അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി ആവാം. കാരണം ഇന്ന് നമ്മളിവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത അദ്ദേഹമാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, 25 കൊല്ലമായിട്ട് ഈ പ്രസ്ഥാനം, സുഭാഷ് സാർ നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടി. 25 കൊല്ലമായിട്ട് ഈ പ്രസ്ഥാനം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത 25 കൊല്ലവും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഒപ്പം ഉണ്ടാവും. JRCM. ഇത് എന്റെ സ്വന്തം നഗരമാണ്. ഈ നഗരപ്രദേശം തുടങ്ങിയിട്ട് 58 കൊല്ലായി. ഈ വടക്കുന്നാഥന്റെ മണ്ണില് തൃശ്ശൂർ പൂരം ഞാൻ 2 തവണയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ RCMന്റെ പൂരം ഇന്ന് ഇവിടെ കൊടിയേറിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ ആരാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഇതിലൂടെ ഒരുപാട് റാലികൾ കണ്ടിട്ടുണ്ട്. ഈ റാലികൾ പോകുമ്പോൾ ആളുകൾ പൊതുവെ സൈലന്റ് ആയിരിക്കും. കുറച്ചു പേർക്ക് മാത്രം, ജയ് വിളിക്കുന്നവർക്ക് മാത്രം ആവേശം. പക്ഷെ നമ്മുടെ ഈ റാലി പോകുമ്പോൾ ഈ തൃശ്ശൂർ നഗരം മുഴുവൻ സ്തംഭിച്ചു നിൽക്കണം, തരിച്ചു നിൽക്കണം. കാരണം എല്ലാവരും ആഹ്ലാദത്തിന്റെ തിമിർപ്പിലായിരിക്കും. കാരണം നമ്മുടെ ലൈഫിലേക്ക് ആഹ്ലാദവും ആഘോഷവും എല്ലാ സമയം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. അതിൽ ഈ രൂപാന്തരൻ യാത്ര വളരെ വലിയൊരു സപ്പോർട്ട് നമുക്ക് തരും. അത് എല്ലാവർക്കും കിട്ടട്ടെ. വരുന്ന ആളുകളിൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ നമ്മളെ സഹായിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്. JRCM. താങ്ക് യു മൂർത്തി സാർ. JRCM. RCMന്റെ യഥാർത്ഥ ശക്തി പ്രകടനം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാരണം RCM എന്താണെന്ന് ഈ നാട്ടിലെ പല ആളുകൾക്കും അറിയില്ല. വെറും ആട്ടപ്പൊടിയും തവളണിയും മാത്രമാണ്. പക്ഷെ ഇന്ന് ഈ സമൂഹത്തെ മാറ്റിമറിച്ചുകൊണ്ട്, ഓരോ വ്യക്തിത്വത്തെ മാറ്റിമറിച്ചുകൊണ്ട്, ഓരോ കുടുംബത്തിനും മാറ്റിമറിച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം മാറ്റിമറിച്ച് ഇന്ന് ഓരോ കുടുംബത്തിനും ഇന്ന് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് RCM എന്ന ഈ ഒരു പൂരനഗരി അറിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശക്തി ഇനി യഥാർത്ഥ ശക്തി കാണിക്കാൻ പോവുകയാണ്. ആ ഒരു ശക്തി കാണിക്കുന്ന ഒരു JRCM ഒന്ന് മുഴക്കിക്കൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. JRCM, ഗുഡ് RCM. ഓക്കെ, അപ്പോ അടുത്ത ഭാഗം അടുത്ത ദിവസം തന്നെ വീണ്ടും കാണിക്കുന്നതാണ്.